ലോകത്ത് കഴിഞ്ഞുപോയ ഏറ്റവും വലിയ മഹാപണ്ഡിതനാണ്, ത്യാഗിവര്യനാണ്, സൂഫി വര്യനാണ് ഇമാം ഷിബിലി റഹ്മത്തുള്ളാഹി അലൈഹി. അവരുടെ വഫാത്തിനു ശേഷം ആത്മാക്കളുമായി നടത്തുന്ന ഒരു സംഭാഷണമുണ്ട്. ഷിബിലി തങ്ങൾ തൻ്റെ കൂട്ടുകാരെ സവിധത്തിലേക്ക് സ്വപ്നത്തിൽ കടന്നുവന്ന് സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് ഏറ്റവും പ്രിയപ്പെട്ട അടുത്തൊരു കൂട്ടുകാരൻ ചോദിക്കുന്നു, അല്ലയോ ഷിബിലി, മരണത്തിന് ശേഷം അങ്ങ് കണ്ട രംഗം എന്താണ്? ആ മരണാനന്തര ജീവിതത്തിൽ അങ്ങ് അനുഭവിച്ച യാഥാർത്ഥ്യം എന്താണ്? അള്ളാഹുവിൻ്റെ വിചാരണ എങ്ങനെയാണ്? അങ്ങയുടെ പ്രതീക്ഷ ഈ ലോകത്ത് പലതും ചെയ്തിട്ടുണ്ടല്ലോ, അങ്ങ് എന്തായിരുന്നു അങ്ങയെ രക്ഷപ്പെടുത്താനുള്ള ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് തിരക്കിയപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ഞാൻ വലിയ പ്രതീക്ഷയുമായിട്ടാണ് അള്ളാഹുവിനെ സമീപിച്ചത്. ഓരോ രാത്രിയിലും നൂറുകണക്കിന് റക്അത്തുകൾ, 1000 റക്അത്തുകൾ നിസ്കരിച്ച രാത്രികൾ വരെയുണ്ട്. ഒരുപാട് നോമ്പുകളുണ്ട്, ഒരുപാട് കർമ്മങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നോട് അള്ളാഹു ചോദിച്ചത്, അല്ലയോ ഷിബിലി, നിങ്ങൾ ഇഹലോകത്ത് വെച്ച് ചെയ്ത ഏത് പ്രവൃത്തി കൊണ്ടാണ് അങ്ങ് രക്ഷപ്പെടുക എന്നാണ് അങ്ങ് ഭാവിക്കുന്നത്? അങ്ങയുടെ വിചാരം എന്താണ്? വലിയ പ്രതീക്ഷയോടെ ഇതൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ അല്ലാഹു തആല എനിക്ക് നൽകിയ മറുപടി ഇതൊന്നുമല്ല. ഇതിനേക്കാളും എനിക്ക് അങ്ങയോട് വലിയ ഇഷ്ടം തോന്നിയത് നല്ല തണുപ്പുള്ളൊരു രാത്രി, അങ്ങ് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. ആ സമയത്ത് ആ തണുപ്പ് സഹിക്കവയ്യാതെ ഒരു ചെറിയ പൂച്ചക്കുട്ടി അതിങ്ങനെ വിറച്ചുകൊണ്ട് വഴിയോരത്ത് കിടക്കുന്ന ഒരു കാഴ്ച നിങ്ങൾ കണ്ടു. ആ സമയത്ത് ആ ജീവിയോട് വല്ലാത്തൊരു റഹ്മത്ത്, വല്ലാത്തൊരു കാരുണ്യം നിങ്ങളുടെ മനസ്സിൽ രൂപപ്പെട്ടു. അങ്ങനെ ആ തണുത്ത് വിറക്കുന്ന പൂച്ചക്കുട്ടിയുടെ ശരീരത്തിലേക്ക് നിങ്ങൾ പുതച്ച ആ ഒരു പുതപ്പ്, ആ ഒരു ഷാള്, അത് നിങ്ങൾ മെല്ലെ പുതച്ചു കൊടുക്കുന്നുണ്ട്. അതാണ് നിങ്ങൾ ചെയ്ത ഈ കർമ്മങ്ങളിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത്. നിങ്ങൾ ആ ജീവിയോട് ചെയ്ത ആ കാരുണ്യം കൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ സ്വർഗം നൽകാൻ തീരുമാനിക്കുന്നത് എന്ന് ശിബിലി തങ്ങളുടെ ജീവിതത്തിലെ അനുഭവം മഹാന്മാർ എഴുതി വെക്കുന്നുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ നമ്മൾ നോക്കുമ്പോൾ നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ സ്വർഗസ്ഥയാവുന്നൊരു സ്ത്രീയുടെ ചരിത്രം പറയുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ ആരാധനാ നിരതയായ ഭക്തയായ ഒരു സ്ത്രീ അവളുടെ ബുദ്ധിമോശം കൊണ്ട് ഒരു മിണ്ടാപ്രാണിയായ ഒരു പൂച്ചയെ കെട്ടിയിട്ട് ദ്രോഹിച്ചതിൻ്റെ പേരിൽ, ആക്രമിച്ചതിൻ്റെ പേരിൽ ആ പെണ്ണിൻ്റെ കർമ്മങ്ങൾ ആ പെണ്ണിനെ തുണയ്ക്കാതെ അവൾ പരാജയപ്പെട്ട് നരകത്തിലേക്ക് പോകുന്ന ചരിത്രവും ഹദീസിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ ചൂടുകാലത്ത് നമ്മെ മാത്രം ശ്രദ്ധിക്കുന്നതിന് പകരം നമ്മുടെ പരിസരത്തെ ഇത്തരം പൂച്ചകൾ, ഈച്ചകൾ, പറവകൾ, ഇങ്ങനെ എന്തെല്ലാം ജീവികൾ, അവരെല്ലാം എങ്ങനെയാണ് ഈ തീക്ഷ്ണമായ സാഹചര്യം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്? ഒരു തുള്ളി ജലം, ഒരു തുള്ളി വെള്ളം ഒരു ചിരട്ടയിൽ, അതല്ലെങ്കിൽ ഒരു കോപ്പയിൽ, ഒരു പാത്രത്തിൽ ആ ജീവജാലങ്ങൾക്ക് കൂടി കരുതി വെക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ മനുഷ്യത്വമെന്ന് പറയുന്ന ഇത് അർത്ഥപൂർണമാകുന്നത്. മഹാന്മാരുടെ ജീവിതത്തിൽ ഇത്തരം റഹ്മത്ത്, കാരുണ്യം മറ്റുള്ളവർക്ക് കൂടി പകുത്തു നൽകിയപ്പോഴാണ് അവർ രക്ഷപ്പെട്ടത്. ഇമാം അബൂ ഹമീദ് ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഒരു കഥ പറയുന്നുണ്ട്. ഗ്രന്ഥരചന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മഷിയൊഴിച്ച് ആ എഴുത്താണി പിടിച്ച്, പേന പിടിച്ച്, കലം പിടിച്ച് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ദാഹിച്ചു വലഞ്ഞ ഒരു ഈച്ച വന്ന് ആ പേനയുടെ നിബ്ബിൽ, അതിൻ്റെ തലപ്പത്ത് വന്നിരുന്ന് ആ മഷി കുടിക്കുന്നുണ്ട്. മഹാനായ ഇമാം ഗസാലി തങ്ങൾ ആ ജീവിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ആ ജീവി ആ മഷിത്തുള്ളി കുടിച്ചെങ്കിലും അതിൻ്റെ ദാഹമൊന്ന് ക്ഷമിച്ചോട്ടെ എന്ന ഒരു വല്ലാത്ത ഒരു ജീവിക്ക് വേണ്ടിയുള്ള ഒരു കാത്തുനിൽപ്പ്. അത് വിശുദ്ധമായ ഹൃദയത്തിൻ്റെ ഉടമകളിൽ നിന്ന് ആ ഒരു കാരുണ്യമുണ്ടാവും. മനുഷ്യർക്ക് തന്നെ
വെള്ളം വിലക്കുകയും വെള്ളം നൽകാതിരിക്കുകയും മനുഷ്യരെ തന്നെ പട്ടിണിക്കിടുകയും ചെയ്യുന്ന കരുണ പറ്റിയ ലോകത്ത് ഈ ജീവികളോടുള്ള കാരുണ്യം അത് നിർഗളിക്കുന്നത് അത് സ്ഫുടം ചെയ്ത മനസ്സിൽ നിന്ന് മാത്രമാണ്. മഹാന്മാർ അങ്ങനെയാണ്. എന്നിട്ട് അവരെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട്, ഫബി തിൽക്ക റഹ്മ, ആ കാരുണ്യം കൊണ്ടാണ് എനിക്ക് നാളെ രക്ഷപ്പെടാൻ സാധിക്കുക എന്നത്. നമുക്കും ഒരു തിരിച്ചറിവുണ്ടാവണം, ഒരു വിചാരമുണ്ടാവണം. നമ്മുടെ ചുറ്റുപാടും ഇങ്ങനെ പരിതപിക്കുന്ന ഒരുപാട് ജീവനുകൾക്ക് വേണ്ടി. വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന സാഹിത്യകാരൻ്റെ ജീവിതത്തിൽ ഈ കാരുണ്യത്തെ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. താൻ ചായ കുടിച്ചു വെച്ച ആ കോപ്പയിൽ അല്ലെങ്കിൽ ഗ്ലാസ്സിൽ അതിൽ അവശേഷിക്കുന്ന അതിൻ്റെ ആ അടിയിൽ മാത്രമുള്ള